نحمده ونصلي على رسوله الكريم وعلى آله وصحبه أجمعين أما بعد فقد قال الله سبحانه وتعالى في قرآنه الكريم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني إلى آخر الآية. ബഹുമാനമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്നലെ രാവിലെ മുതൽ വിവിധ സെഷനുകളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതോചിതമായ ചർച്ചയിലെ പങ്കാളികളാണ് നമ്മളെല്ലാവരും. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇതിൻ്റെ സംഘാടകരായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്യട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ് എന്ന് നാം വിശ്വസിക്കുന്നു. കാരണം ഇന്നലെ ഇവിടെ നടന്ന വളരെ ഗഹനമായ ചർച്ചകൾ ഇസ്ലാമിൻ്റെ ദാഴികളെന്നുള്ള നിലയിൽ, പ്രബോധകരെന്നുള്ള നിലയിൽ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവരെന്നുള്ള നിലയിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ചർച്ചകളും പ്രഭാഷണങ്ങളുമായിരുന്നു നാം ഇന്നലെ കേട്ടത്. തീർച്ചയായും ഇസ്ലാമിക സമൂഹം ഒരു പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണ് നമ്മളിലുള്ളതെന്ന് പറയേണ്ട കാര്യമില്ല. എവിടെയും ഇസ്ലാമിനു നേരെ ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഫോക്കസ് ചെയ്യുന്ന നിരവധി രംഗങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സാംസ്കാരികമായ ആക്രമണങ്ങൾ നേരിടുമ്പോൾ മറ്റ് ചില പ്രദേശങ്ങളിൽ ആയുധത്തിൻ്റെ ആക്രമണം നേരിടേണ്ടി വരുന്നു. ഫാഷിസത്തിൻ്റെ വിവിധ തരത്തിലുള്ള കടന്നാക്രമണങ്ങൾക്ക് ഇന്ത്യ പോലുള്ള ന്യൂനപക്ഷമായി മുസ്ലിങ്ങൾ കഴിയുന്ന രാജ്യങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും സംഹിതകളെയുമെല്ലാം നിശ്ചിതമായി വിമർശിക്കുകയും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത വിധം ഇത് കാലഹരണപ്പെട്ടതാണെന്ന് ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയും സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. പ്രബോധകരെന്നുള്ള നിലയിൽ ശകിതമായി പോകുന്ന, അപകർഷതാബോധം ഉടലെടുക്കുന്ന രംഗങ്ങളാണ് ചുറ്റുമുള്ളത് എന്നാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇവിടെ ഒരു പ്രബോധകൻ എന്നുള്ള നിലയിൽ പ്രബോധകന്റെ ഉത്തരവാദിത്വം വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടുകൂടെ വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടെ താൻ പ്രബോധനം ചെയ്യുന്ന ദൗത്യങ്ങൾ സത്യമാണ്, അത് ശക്തമാണ്, ഒരു സംശയത്തിനും ഇടയില്ലാത്തതാണ്, അത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതാണ്, അത് നിയമയുക്തിബന്ധുരമാണ്, അത് നിയമങ്ങൾക്ക് അകത്തുള്ളതാണ്, സർവകാലികമാണെന്ന് ശക്തമായി സമർത്ഥിക്കാനും ആ ഉൾക്കാഴ്ചയോടുകൂടെ തന്നെ അതിനെ പ്രബോധനം ചെയ്യാനും പ്രബോധകന് കഴിയേണ്ടതുണ്ട്. അപ്പോഴേ പ്രബോധിതരിൽ അത് പ്രതിഫലനം സൃഷ്ടിക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. ഇത്തരം സംരംഭങ്ങൾ ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു ശക്തി, ഒരു മനോധൈര്യം നമുക്ക് പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സാധാരണയായി ഫാഷിസ്റ്റുകളുടെ പിൻബലത്തോടെ മീഡിയാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചണ്ഡമായ പ്രചാരണം ഇസ്ലാമിൻ്റെ വ്യക്തി നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും അത് സ്ത്രീ വിരുദ്ധമാണെന്നും അത് സാമൂഹ്യ ദ്രോഹപരമായ ആഹ്വാനങ്ങൾ നടത്തി സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുന്നതും ഒരു ജനവിഭാഗത്തോട് വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നതുമാണെന്നുമുള്ള പ്രചരണങ്ങളെല്ലാം നമുക്ക് മുന്നിൽ നിലനിൽക്കുമ്പോൾ അല്ല, ഇത് കാലികമാണ്, ഇത് പ്രസക്തമാണ്, ഇത് സർവജനീനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ നേരിടാൻ ആർജവത്തോടുകൂടെ നമ്മുടെ പ്രബോധിതരായ സമൂഹത്തിന്റെ മുന്നിലെങ്കിലും തുറന്നു സംസാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുന്നതിന്
കാര്യത്തിന് ഇത്തരം വർക്ക്ഷോപ്പുകൾ, ശില്പശാലകൾ നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ നടന്ന ഇവിടുത്തെ ചർച്ചകൾ ഏറെ ആത്മവിശ്വാസമാണ് നമുക്ക് പകർന്നു നൽകിയത്. ഒരിക്കലും ഒരു പ്രബോധകൻ ചകിതമാകേണ്ട, അവൻ തീർച്ചയായും അവനൊന്ന് ഭയപ്പെടേണ്ട, ഇല്ലെങ്കിൽ അവൻ ബലഹീനനാകേണ്ട യാതൊരു സാഹചര്യവും നമ്മുടെ നാളിലോ നാടുകളിലോ അഖില ലോകാടിസ്ഥാനത്തിലോ ഇന്ന് നിലവിലില്ല എന്ന് നമ്മെ ശക്തമായി ബോധിപ്പിക്കുന്ന പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളുമായിരുന്നു നാം ഇന്നലെ കഴിഞ്ഞത്. ഇതിനേക്കാളെല്ലാം എത്രയോ ഉഗ്രവിഷമുള്ളതായ സർപ്പങ്ങളുടെയും ഹിംസ്ര ജന്തുക്കളുടെയും മുന്നിലാണ് നമ്മുടെ മുൻഗാമികളുമായ പ്രബോധകന്മാർ അവരുടെ പ്രബോധനങ്ങൾ നടത്തിയത് എന്ന് നമ്മളോട് സലക്ഷ്യം ഉദാഹരണ സഹിതം വിവരിച്ചു തരികയുണ്ടായി. അതിന്റെ മുന്നിൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്നതെല്ലാം നിസ്സാരങ്ങളായ പ്രശ്നങ്ങളാണ്, നിസ്സാര വ്യക്തിത്വങ്ങളെയാണ് നാം ഇന്ന് നേരിടുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബിമാരും അതിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അവർ നേരിട്ട ശത്രുക്കളും അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ശത്രുക്കൾ ഇന്നൊന്നുമല്ല. ചകിതരാണവർ, അപകർഷത പേറുന്നവരാണവർ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളുമായിരുന്നു ഇന്നലെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. തീർച്ചയായും ഇതിനു ഉണ്ടായ പങ്കാളിത്തം, ഈ പരിപാടികൾക്കുണ്ടായ പങ്കാളിത്തം നമ്മെ ദുഃഖിപ്പിക്കുന്നതും ഇന്നലെ രാവിലെയൊക്കെ നമ്മെ ലജ്ജിപ്പിക്കുന്നതുമായി പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും ഈ ഒരവസ്ഥ മാറേണ്ടതുണ്ട്. ഈ ഒരവസ്ഥ മാറി ഇന്നലെ ഇവിടുത്തെ രാവിലത്തെ ആ സദസ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ, അഥവാ എല്ലാ വിഭാഗം ആദർശത്തിന്റെ ആളുകളും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇസ്ലാമിന്റെ മഹത്വവും മഹാത്മ്യവും ബോധ്യപ്പെടുത്താനുള്ള ആ ശ്രമത്തിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു ശക്തിയായി ഒരുമിച്ചൊരു വേദിയിൽ അണിനിരക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അതുതന്നെ നമ്മുടെ മനസ്സിന് നൽകുന്ന സന്തോഷം, ആത്മവിശ്വാസം ചെറുതല്ല. യഥാർത്ഥത്തിൽ നാം എന്താണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും ചേർന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കൂലങ്കഷമായി ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ ഓതപ്പെട്ടു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. അല്ലാഹു സർവ്വ ദീനുകളെക്കാളും ദർശനങ്ങളെക്കാളും സംഹിതകളെക്കാളും പ്രസ്ഥാനങ്ങളെക്കാളും അല്ലാഹുവിന്റെ ദീനിനെ ലോകത്ത് പ്രകടമാക്കിക്കൊണ്ടേയിരിക്കും. അതിന്റെ സൗന്ദര്യം അല്ലാഹു വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിന്റെ പ്രായോഗികത അല്ലാഹു തആല സമർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് ഈ ലോകത്ത് എക്കാലത്തും അത് നിലകൊള്ളുന്നതാണ്. അതിന് യാതൊരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല, അതിനൊരു ബലഹീനതയും ബാധിച്ചിട്ടില്ല എന്ന് അല്ലാഹു ഉണർത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു അതിന് ആരെ കാരണമാക്കുന്നു, അതിനുവേണ്ടി ആരെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളിടത്താണ് തീർച്ചയായും നാം ചിന്തിക്കേണ്ടത്. നാം ഭാഗ്യം അന്വേഷിക്കേണ്ടത് അവിടെയാണ്. നമ്മെ അവൻ കാരണക്കാരാക്കുന്നുവെങ്കിൽ നമ്മെ അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നാം എന്താണ് ഭാഗ്യവാന്മാരായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. തീർച്ചയായും ഇന്ന് നടക്കുന്ന ഈ വിലപ്പെട്ട ക്ലാസ്സുകളും നാം സകൂതം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് ഹൃദ്യസ്ഥമാക്കി നമ്മുടെ പ്രബോധിതരെ മുന്നിൽ എത്തിക്കേണ്ട വിലപ്പെട്ട സന്ദേശങ്ങളായിരിക്കുമെന്ന് ഉറപ്പുണ്ട്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇതിന്റെ സംഘാടകർക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആശംസകൾ നേരുന്നു. അള്ളാഹു അവരെ കബൂലാക്കട്ടെ. ഓരോ യത്നവും ഓരോ ചലനവും അള്ളാഹുവിന്റെ സ്വീകാര്യതയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.